ദ ജേർണലിസ്റ്റിലേക്ക് വീണ്ടും വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ച് കൂടുതൽ പെട്ടികൾ ഇസ്രായേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേൽ ട്രൂപ്പുകളെ ഒന്നായി അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പോലെയാണ് ഹമാസ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അല്ലെങ്കിൽ ദിവസങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് ഇസ്രായേലി സോൾജിയേഴ്സിന്, ഇസ്രായേലി സൈന്യത്തിന്റെ വലിയ കൂട്ടങ്ങൾക്ക് ഒറ്റയടിക്ക് ആഘാതം ഏൽപ്പിക്കുക, പരിക്കുകൾ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന രീതിയിലേക്ക് ഹമാസിന്റെ യുദ്ധരീതി മാറിയിരിക്കുന്നുവെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നോ ഒക്കെ പറഞ്ഞിരുന്നു. അതായത് തിരിച്ചടി ഉണ്ടാകും ഇസ്രായേലിനെ എന്ന്. അതിനുശേഷം ഇങ്ങോട്ട് ഹമാസിന്റെ ഒക്കെ ആക്രമണ രീതികൾ വല്ലാതെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്തയിൽ 10 ഇസ്രായേലി ട്രൂപ്പുകളെ ഒറ്റയടിക്ക് കൊന്നു എന്ന് അൽഖസാം ബ്രിഗേഡ് അവകാശപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പല വീഡിയോകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വശത്ത് ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുന്നു. 24 മണിക്കൂറിനിടെ 220 പേരെ കൊന്നുകളഞ്ഞു എന്നാണ്, അതായത് ഗസയിലെ സാധാരണക്കാരെ കൊന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ 200ഓളം കേന്ദ്രങ്ങളിലേക്ക് ഒന്നിച്ച് ഒരൊറ്റ ആക്രമണം നടത്തി എന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പൊ IDF ആക്രമണം കടുപ്പിക്കുന്നു, അതിന്റെ വ്യാപ്തി കൂട്ടുന്നു, കൂടുതൽ ഇടങ്ങളിലേക്ക് കാഷ്വാലിറ്റികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് കൂടുതൽ പെട്ടികൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്നുള്ളതാണ് അവര് പറയുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം IDFന്റെ സൈനികർ ഇങ്ങനെ പോവുകയാണ്. ഗസ സിറ്റിയിലെ വീഡിയോ ആണ് കേട്ടോ. ഗസ സിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറയുന്ന പ്രദേശമാണത്. ഇസ്രായേലിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ വന്നു. നോർത്തേൺ ഇസ്രായേൽ, സദേൺ ഇസ്രായേൽ എന്ന രീതിയിൽ ഗസ സിറ്റിയിൽ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിച്ച് ഗസയെ രണ്ടാക്കി എന്ന് പറഞ്ഞ പ്രദേശമാണിത്. അവിടെ ഇസ്രായേലി സൈനികർ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തകർന്നു വീണിട്ടുണ്ട്. അതിനിടയിലൂടെ ഈ തുരങ്കങ്ങളുടെ അവശേഷിപ്പുകളോ അല്ലെങ്കിൽ ബന്ദികളെയൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകളെയൊക്കെ കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്. ഈ ഇസ്രായേലി സൈന്യം ഇങ്ങനെ വിജിലന്റായി വലിയ ആയുധങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ കാഴ്ച മറഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അൽഖസാം ബ്രിഗേഡിന്റെ ആളുകൾ. അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 10 ഇസ്രായേലി ട്രൂപ്പിനെ വധിച്ചതിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ ഇങ്ങനെ ആളുകൾ പോകുന്നു, ഇസ്രായേലിന്റെ സൈനികർ ഇങ്ങനെ തക്കം പാർത്ത് പോവാണ്. ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് തൊട്ട് സൈഡിൽ ഇരുന്നിട്ട് ഈ അൽഖസാം ബ്രിഗേഡുകാർ ഇങ്ങനെ നോക്കിക്കാണാം. നിങ്ങൾ എവിടെ വരെ പോകും നോക്കട്ടെ എന്ന മൈൻഡിലിരിക്കാം. അങ്ങനെ ഒരു മൊമെന്റിൽ എത്തുമ്പോൾ ഒരൊറ്റ പൊട്ടൽ. ഈ പറയുന്ന ഇസ്രായേലി ടീം തീർന്നു. അവർക്ക് വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അൽഖസാം ബ്രിഗേഡ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട, ഇത്തരം നിരവധി വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അൽഖസാം ബ്രിഗേഡ് എന്ന് പറയുന്ന ആ ഒരു ടീം, അവര് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലി സൈന്യത്തെ ഒരു വട്ടത്തിനുള്ളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചുറ്റും നിന്ന് അടിക്കാം. കരയുദ്ധത്തിന്റെ കാര്യമാണ്, വ്യോമാക്രമണമല്ല. ഇസ്രായേൽ സാധാരണക്കാരെ കൊല്ലുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊന്നിട്ട് വലിയ കണക്ക് പറയുന്ന ആ വ്യോമാക്രമണത്തെ കുറിച്ചല്ല. ഇസ്രായേൽ ഹമാസിനെ തീർക്കും, തുടയ്ക്കും എന്ന് പറയുകയും ഈ ബന്ദികളെ മുഴുവൻ ജീവനോടെ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ അതിനുവേണ്ടി തയ്യാറാക്കിയ കരയുദ്ധത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടെ തികഞ്ഞ പരാജയമാണ്. ഇസ്രായേൽ സൈന്യം ഇങ്ങനെ പോകുന്നു, ഈ ഹമാസിന്റെ ആളുകൾ അൽഖസാം ബ്രിഗേഡുകാർ ഇത് കാണുന്നു, ഒരു മൊമെന്റിൽ എത്തുമ്പോൾ ഒരൊറ്റ പൊട്ടിക്കുന്നു. ഇതാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് എന്ന് പറയുന്ന ഒരു ഗ്രനേഡ് ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ദൂരത്തേക്ക് വരെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഗ്രനേഡാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ IDFന്റെ ആളുകളെ ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ സൈനികർക്ക് ഹമാസിന്റെ ആക്രമണത്തിൽ, അൽഖസാം ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ് കിടക്കുന്ന സൈനികരെ ഇസ്രായേൽ സൈന്യം സ്ട്രക്ചറിലോ അല്ലാതെയോ ഒക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതും ഈ അൽഖസാം ബ്രിഗേഡിന്റെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഒരു മൊമെന്റിൽ എത്തുമ്പോൾ ഒറ്റ പൊട്ടിക്കലാണ്. അതായത് ഗസയിലെ ആശുപത്രികളോട് ചെയ്തത്, ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ചെയ്തത്, ഗസയിലെ കുട്ടികളുടെ ആശുപത്രിയിൽ കയറി അടിച്ചത്, ഇതൊക്കെ IDFന്റെ ആളുകളായിരുന്നു. അവർക്കൊന്നും ഒരു മനുഷ്യത്വം ഉണ്ടായിട്ടില്ല. ചികിത്സയ്ക്ക് കിടക്കുന്ന കുട്ടികളുടെ ഓക്സിജൻ വരെ കട്ട് ചെയ്തു എന്നാണ് മുമ്പ് വന്നിരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ അത് സ്ഥിരമെന്നോണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്സിജനും ചികിത്സയും കിട്ടാതെ ആളുകൾ ആയിരക്കണക്കിന് പേര് പിടഞ്ഞു മരിക്കുക, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു സാഹചര്യം തന്നെ ഇസ്രായേലിന്റെ സൈനികരുടെ മേലും ഹമാസ് റീക്രിയേറ്റ് ചെയ്യാണ്. അതായത് അവിടെ കുട്ടികളും സ്ത്രീകളും സാധാരണക്കാരും ചികിത്സ കിട്ടാതെ മരിക്കുക, ചികിത്സിക്കാൻ കിടക്കുന്നവർക്ക് മേൽ ബോംബ് പൊട്ടുക. അതേപോലെ ഇസ്രായേൽ സൈന്യത്തിനും കൂട്ടിക്കാണും.
അപ്പൊ വേറെ തലത്തിലേക്ക് അൽഖസാം ബ്രിഗേഡും ഹമാസും ഈ യുദ്ധത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ ശക്തമായി പ്രഹരമേൽപ്പിക്കുക. എങ്ങനെയാണോ ഗസയിൽ ഇവർ ആക്രമിക്കുന്നത് അതേപോലെ ഗസയിലെ സാധാരണക്കാരോടും സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ തന്നെ തിരിച്ച് IDF നേരെയും കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹമാസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തുടർച്ചയായ മെഷീൻ ഗണ്ണുകളുടെ ഉപയോഗം, അപ്പോൾ കൂടുതലായിട്ട് മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കുന്നുണ്ട് ഹമാസ് എന്നുള്ളതാണ്. നേർക്കുനേർ ഫൈറ്റിൽ മെഷീൻ ഗണ്ണ് വെച്ച് അടിച്ചു തീർക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തെ എന്ന റിപ്പോർട്ടുകളും വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഇസ്രായേലിന്റെ വാഹനങ്ങൾ, ഇസ്രായേലിന്റെ ടാങ്കുകളൊക്കെ കൂടുതലായി തകർക്കുന്നതിന്റെ വീഡിയോയും അൽഖസാം ബ്രിഗേഡ് പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഹമാസ് ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. 85-ാം ദിവസവും ഇസ്രായേൽ ഞങ്ങളെ തേടി നടക്കുകയാണ്. പക്ഷേ ഈ തേടി നടക്കുന്ന സൈന്യത്തെ മുഴുവൻ ഞങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അടിക്കണം തോന്നുമ്പോൾ ഞങ്ങൾ അടിക്കുകയാണ്, തീർക്കുകയാണ്, പെട്ടിയിലാക്കുകയാണ്, വിടുകയാണ്. ഇതാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഗസ പിടിച്ചെടുത്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ രണ്ടാക്കി ഗസയെ വിഭജിച്ച് ഫുൾ കൺട്രോൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ, നെതന്യാഹു കഴിഞ്ഞ ദിവസം വന്ന് സൈനികർക്ക് ആത്മവീര്യമൊക്കെ നൽകി പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഹമാസ് അവകാശപ്പെടുന്നത് പ്രകാരം, അവർ പുറത്തുവിടുന്ന വീഡിയോകൾ പ്രകാരം ഹമാസിന്റെ കയ്യിൽ നിന്ന് ഗസയുടെ ഒരു കൺട്രോൾ പോയിട്ടില്ല. അവർ തന്നെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എപ്പോൾ ഇസ്രായേൽ സൈന്യം മരിക്കണം, ഈ വരുന്ന ടീമിനെ എപ്പോൾ കൊല്ലണമെന്ന് കണ്ട് നോക്കി സമയം നിശ്ചയിച്ച് അടിച്ചു തീർക്കുന്നത് ഹമാസ് തന്നെയാണ് എന്നാണ് അവരുടെ അവകാശവാദ പ്രകാരം, അവരുടെ വീഡിയോകൾ പ്രകാരം തെളിയുന്നത്.